വയനാട്ടിലും ചേലക്കരയിലും ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗാണ്. പ്രായമായവരുടെയും കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവരുടെയും നീണ്ട നിരയാണ് രാവിലെ തന്നെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ കാണാനായത്. ചേലക്കരയിലെ സ്ഥാനാർത്ഥികളായ കെ ബാലകൃഷ്ണനും UR പ്രദീപും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കെ രാധാകൃഷ്ണൻ MP, സംവിധായകൻ ലാൽ ജോസ് എന്നിവരും ചേലക്കരയിൽ വോട്ട് ചെയ്തു. വോട്ടർമാരെ നേരിൽ കാണാൻ പ്രിയങ്ക ഗാന്ധിയും രമ്യ ഹരിദാസും നവ്യ ഹരിദാസും പോളിംഗ് ബൂത്തുകളിൽ എത്തിയിരുന്നു. ചേലക്കരയിൽ നിന്ന് ലക്ഷ്മി പത്മയും വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവനും നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ആദ്യം ലക്ഷ്മിയിലേക്ക്. ലക്ഷ്മി, എവിടെയാണ് ചേലക്കരയിലെ ലക്ഷ്മി ഉള്ളത്? നല്ല തിരക്കാണോ ഇപ്പോഴും? ചേലക്കരയിലെ പാമ്പാടി ഗവൺമെൻറ് LPS സ്കൂളിലാണ് ഞാനുള്ളത്. ഇവിടെയാണ് കെ ബാലകൃഷ്ണന്, NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന് വോട്ടുള്ള സ്കൂളാണ് ഇത്. അദ്ദേഹം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. നമുക്ക് ഈ ബൂത്തിൽ ഒക്കെ രാവിലെ തന്നെ വരുമ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെ വരി നിന്ന് വോട്ട് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. വലിയ ആവേശത്തിൽ തന്നെയാണ്. സനീഷ്, നോക്കൂ, സ്ത്രീകളുടെ നിരയാണ്. സ്ത്രീകളുടെ വലിയ നിര തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഏറെ നേരമായി അവർ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ പ്രായമായവരൊക്കെ എത്തി ഏറെ നേരം ക്യൂ നിൽക്കുന്നത് കണ്ടു. 117ാമത് ബൂത്തിൽ പോളിംഗിന് ചെറിയ തകരാറ് തുടങ്ങുന്നതിൽ കാലതാമസം നേരിട്ടു. കെ ബാലകൃഷ്ണൻ വോട്ട് ചെയ്യുന്ന ബൂത്തിൽ അങ്ങനെ പോളിംഗ് യന്ത്രത്തിന് ഒരു മെഷീന് ഒരു തകരാർ നേരിടുകയും അത് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂറോളം തുടങ്ങാൻ ലേറ്റാകുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നമ്മളോട് വലിയ ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുകയും ചെയ്തു. വലിയ നേട്ടം ഇക്കുറി BJPക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഞാൻ പോയത് മായന്നൂരായിരുന്നു. മായന്നൂർ VLP സ്കൂളിൽ. അവിടെ സംവിധായകൻ ലാൽ ജോസ് വോട്ട് ചെയ്യാൻ വന്നു. ഈ ഒരു മണ്ഡലത്തിലെ ആകെ ഒരു സെലിബ്രിറ്റി വോട്ടറാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞത് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ലായിരുന്നു. മുന്നണികൾ ഉപതെരഞ്ഞെടുപ്പ് എന്ന അധിക ചെലവ് ഒഴിവാക്കാൻ ശ്രമിക്കണമായിരുന്നു എന്നാണ് പറഞ്ഞത്. പൊതുവെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഭരണത്തിൽ സംതൃപ്തനാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇവരെല്ലാവരും വോട്ട് രേഖപ്പെടുത്താനായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കുറേ നേരമായി വെയിറ്റ് ചെയ്യണം. വരി നിന്ന് വോട്ട് ചെയ്യുക അല്ലേ? നിന്ന് വോട്ട് ചെയ്യണം. ജനാധിപത്യത്തിന്റെ ഒരു ശക്തി പ്രൂവ് സത്യം. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. സാരല്ലേ? എവിടെന്നാ വരണേ? ഇവിടെ അടുത്താണ് പാമ്പാടി തപോവനം. അവിടുന്നാ വരണം. കുറച്ച് ദൂരമുണ്ട്. കുറേ നേരമായി വെയിറ്റ് ചെയ്യണം. എങ്കിലും വോട്ട് ചെയ്യും. അതാണ്. അപ്പോൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാനായിട്ടാണ് സ്ത്രീകൾ നേരത്തെയൊക്കെ വോട്ട് ചെയ്ത് മടങ്ങാം, ജോലികളിലേക്കൊക്കെ പ്രവേശിക്കാമെന്ന് കരുതിയായിരിക്കും വന്നത്. പക്ഷേ വലിയ ക്യൂ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മിക്ക ബൂത്തുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. ആവേശകരമായ ഒരു അവസ്ഥ തന്നെയാണ് സനീഷ് ഇവിടെയൊക്കെ ഉള്ളത്. ശരി ലക്ഷ്മി, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ രതീഷ് വാസുദേവൻ വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിലും ലക്ഷ്മി ഇപ്പോൾ ചേലക്കരയിൽ എന്ന് പറയുന്നത് പോലെ രതീഷ് വലിയ തിരക്കായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക അല്ലേ? വലിയ ആൾക്കൂട്ടം രാവിലെ മുതൽ തന്നെ നല്ല ക്യൂ ദൃശ്യമായിരുന്നു. ഇപ്പോൾ വയനാട്ടിൽ 27.48% വോട്ട് ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും മണിക്കൂറുകൾക്കകത്ത്. രതീഷ് എവിടെയാണ് നിൽക്കുന്നത്? അവിടെ ആളുകളൊക്കെ ഉണ്ടോ? സനീഷ്, ഞാനിപ്പോൾ കൽപ്പറ്റ മുണ്ടേരിയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തുകളുടെ സമീപമാണ് നിൽക്കുന്നത്. രാവിലെ അല്പം തിരക്കുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വയനാടിൻ്റെ ഒരു സ്വഭാവം, സാധാരണ രീതി അനുസരിച്ച് ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ പോളിംഗ് നടക്കാറുള്ളത്. അതിരാവിലെ കൂടുതൽ വോട്ടർമാരെത്തും. അതിനുശേഷം ഉച്ചവരെ വോട്ടിങ്ങിൻ്റെ കുറവുണ്ടാവും. അതിനുശേഷം ഉച്ച കഴിഞ്ഞ ശേഷം 2 മണിക്ക് ശേഷം നല്ല രീതിയിൽ വോട്ടർമാരെത്തുന്ന ഒരു രീതിയാണ് സാധാരണ ഉണ്ടാവാറ്. അത്തരത്തിൽ തന്നെ ഇത്തവണയും അങ്ങനെ ആവാനാണ് സാധ്യത. ഇത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ 4.5 ലക്ഷം വോട്ടർമാരാണ് ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ ബത്തേരി മണ്ഡലത്തിലാണ്. അവിടെ ബത്തേരി മണ്ഡലത്തിൽ 25.95% വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ വോട്ട് ഏറനാടാണ്. 30.70% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും രാവിലത്തെ ഇതുവരെയുള്ള 5 മണിക്കൂർ പിന്നിടുമ്പോഴുള്ള ഒരു കാര്യം നോക്കുമ്പോൾ വോട്ടർമാർ സ്വാഭാവികമായും ബൂത്തുകളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. രാവിലത്തെ വയനാട്ടിലെ ഒരു കാലാവസ്ഥയുടെ മഴ മൂടൽ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മറികടന്ന് ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു ആവേശം കൂടെ ഉണ്ടാവും. ഈ കുടിയേറ്റ മേഖലയിലുള്ള ആളുകളാണ്. അവർ ഈ കൃഷിപ്പണികളൊക്കെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച ശേഷമാണ് സാധാരണഗതിയിൽ വോട്ട് ചെയ്യാനെത്തുക. അത്തരം ഒരു സാധ്യത കൂടെ ഇനി ഉച്ചകഴിഞ്ഞ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സ്ഥാനാർത്ഥികളായ രമ്യ ഹരിദാസ്, അതേപോലെ തന്നെ
ദിവ്യ ഹരിദാസ്, അതേപോലെ തന്നെ നമ്മുടെ LDF സ്ഥാനാർത്ഥി സത്യമുഖരി, ഇവർ രണ്ടുപേരും മണ്ഡലത്തിലുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി അല്പം മുമ്പ് ഒരു 10 മണിയോടുകൂടി ബൂത്തുകളിൽ സന്ദർശനം കഴിഞ്ഞ് വയനാട് ജില്ലയിൽ നിന്ന് താഴേക്ക് തിരുവമ്പാടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ മുക്കത്ത് ഉൾപ്പെടെ സന്ദർശനം നടത്തിയ ശേഷം ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പ്രാദേശികമായിട്ട് വോട്ടർമാരെത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പലയിടങ്ങളിൽ നിന്നും പ്രായമായ ആളുകൾ, സ്ത്രീകളൊക്കെ രാവിലത്തെ ശരി. രതീഷ് വാസുദേവനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. 27.48% പേര് ഇതിനകം വയനാട്ടിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഏതാണ്ട് അത്ര തന്നെ ചേലക്കരയിലും.